Good morning, students. Next third question. Question. A water trough in the shape of a prism has trapezoidal face. The dimension of the base are shown in the figure. ട്രിപ്പിസോയിഡൽ പ്രിസത്തിൻ്റെ ബേസ് നമുക്ക് ഷേപ്പ് തന്നിട്ടുണ്ട്. ഒരു ട്രിപ്പിസോയിഡ് ആയതുകൊണ്ടാണ് ട്രിപ്പിസോയിഡൽ ഷേപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ബേസിനനുസരിച്ചാണ് നമ്മൾ പ്രിസത്തിന് പേരിടുക. ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിൾ പ്രിസം, ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് ഇക്വലാറ്റർ ട്രയാങ്കിൾ പ്രിസം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ബേസ് നോക്കി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പ്രിസം, സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എന്താ പേര് പറയാം, സ്ക്വയർ പ്രിസം എന്നും, റെക്റ്റാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ റെക്റ്റാങ്കിൾ പ്രിസം, എക്സഗൺ ഷേപ്പ് ആണെങ്കിൽ എക്സഗൺ പ്രിസം, അങ്ങനെയാണ് പേരിടുന്നത്. അപ്പോൾ ഇവിടെ ട്രിപ്പിസോയിഡ് ഷേപ്പാണ് ട്രിപ്പിസോയിഡ്. അപ്പോൾ ട്രിപ്പീസിയം ഷേപ്പ് ആയതുകൊണ്ട് ട്രിപ്പിസോയിഡൽ പ്രിസം എന്ന. ദ ലെങ്ത് ഓഫ് ദ ട്രഫ് ഈസ് 80 സെൻറ്റിമീറ്റർ. ആ ട്രഫിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 80 സെൻറ്റിമീറ്റർ. ഇറ്റ് ഈസ് ടു ബി പെയിൻറ്റഡ് inside and outside. How much be the cost? How much be the cost at 100 rupees per square meter? 100 rupees per square meter. ഒരു സ്ക്വയർ മീറ്ററിന് 100 rupees വെച്ചിട്ട് കോസ്റ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത് പെയിന്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തന്ന ഫിഗർ വരയ്ക്കാം. ട്രിപ്പിസോയിഡൽ ഫേസ് ട്രിപ്പിസോയിഡൽ ഫേസ് ആണ്. പക്ഷെ ബേസ് എന്താണ്, ഈ ട്രിപ്പിസോയിഡൽ അല്ല. അങ്ങനെ തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ട്രിപ്പിസോയിഡൽ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 2 ട്രിപ്പിസോയിഡൽ ഫേസ് ആണ് ഉണ്ടാവുക, ഇവിടെയും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പം നമ്മുടെ ട്രിപ്പിസിയം ഷേപ്പ് ഇതല്ലേ ട്രിപ്പിസിയം ഷേപ്പ് തന്നത്. അപ്പോൾ 50, 75 അതിൻ്റെ വിഡ്ത്ത് 40 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈക്വലായിട്ട് ഐഡൻറ്റിഫൈ ആയിട്ടുള്ള ഒരു ട്രിപ്പീസിയം ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ നമുക്ക് ട്രിപ്പീസിയം കാണാൻ ഉള്ളിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു എന്തുണ്ടാവും, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഷേപ്പ് ട്രിപ്പിസോയിഡൽ ഷേപ്പായിരിക്കും. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ട്രിപ്പിസോയിഡൽ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബാക്കിയുള്ളത് താഴെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് ഉണ്ടാവുക. ഇവിടെ 2 സൈഡിലും എന്തായിരിക്കും, റെക്റ്റാങ്കിൾ ഷേപ്പായിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രിസമാണ് നമുക്ക് എടുക്കുന്നത്. ട്രിപ്പിസോയിഡൽ ഫേസ് ആണ് പറഞ്ഞത്, ബേസ് ട്രിപ്പിസോയിഡൽ അല്ല. 2 ഫേസ് ട്രിപ്പിസോയിഡലാണെന്ന് പറഞ്ഞു. അപ്പോൾ ട്രിപ്പിസോയിഡിൻ്റെ ബേസ് തന്നതുകൊണ്ട് അതിൻ്റെ എ തന്നിട്ടുണ്ട് 50, ബി തന്നിട്ടുണ്ട്. ഇത് ട്രിപ്പിസോയിഡ് ആണെങ്കിൽ എ തന്നിട്ടുണ്ട് 50, ബി തന്നിട്ടുണ്ട് 75, അതിൻ്റെ ഇടയിലുള്ള ഹൈറ്റ് തന്നിട്ടുണ്ട് 40. അങ്ങനെയാണ് ട്രിപ്പീസിയത്തിൻ്റെ ഏരിയ നമുക്ക് കാണാം. അങ്ങനെ എത്ര ട്രിപ്പീസിയാണ് ഈ ഫിഗറിൽ ഉണ്ടാവുക, 2 ഭാഗത്തും ഉണ്ടാവും ട്രിപ്പീസിയം. പിന്നെ ഇത് ഓപ്പൺ ആക്കി വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ട്രിപ്പീസിയം ഫേസ് ഇവിടെയും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രിപ്പീസിയം ഫേസ് ഇവിടെയും വെച്ചു. അപ്പോൾ ബാക്കിയുള്ള ഇത് റെക്റ്റാങ്കിൾ ആയിരിക്കും, ഇവിടെയുള്ള റെക്റ്റാങ്കിളാണ്. ആ 2 റെക്റ്റാങ്കിൾ ഇവിടെയും ബേസിലുള്ള റെക്റ്റാങ്കിൾ. പക്ഷേ ബേസിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ബേസിൻ്റെ ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 80 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഫേസിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇത് റെക്റ്റാങ്കിൾ ഷേപ്പാണ്, ഇതിൻ്റെ ലെങ്ത് അറിയുള്ളൂ, ബ്രെഡ്ത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ഇതിൻ്റെ ബ്രെഡ്ത്ത് ഇതിൻ്റെ ഹൈറ്റ് എത്രയുണ്ടാവുക, ഇതിൻ്റെ ഹൈറ്റ് എത്രയാണോ, ട്രിപ്പീസിയത്തിൻ്റെ ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റിനായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 40 ആണെങ്കിൽ ആ 40 ആയിരിക്കും ഇവിടെ ഹൈറ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കും. എന്നിട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ ഒരു പ്രിസം തന്നിട്ടുണ്ട്, ട്രിപ്പിസോയിഡൽ ഫേസ് ആയിട്ടുള്ള ഒരു പ്രിസമാണുള്ളത്. അത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ 2 ട്രിപ്പിസോയിഡൽ ഫേസും 2 സ്മോൾ റെക്റ്റാങ്കിൾസും വേറൊരു റെക്റ്റാങ്കിളും കിട്ടും. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 3 ഈ 2 ഏരിയയും സെയിം ആയിരിക്കും. ഇത് 80x50 ആയിരിക്കും. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് 80ഉം ബ്രെഡ്ത്ത് 50 ആയിരിക്കും. ഇതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, പിന്നെ ട്രിപ്പിസോയിഡിൻ്റെ ഏരിയ കാണാം. അപ്പോൾ എന്തായിരിക്കും, ഇത് പെയിൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പെയിൻറ്റ് എവിടെയൊക്കെ ചെയ്യേണ്ടത്, ഇൻസൈഡും ഔട്ട്സൈഡും ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടാൽ അതിന് ഡബിൾ ചെയ്താൽ നമുക്ക് പെയിൻറ്റ് ചെയ്യുന്ന ഏരിയ കിട്ടും. ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ട്രിപ്പീസിയോഡൽ പ്രിസം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഓപ്പൺ ആക്കി വെച്ചപ്പം ഇവിടെ ഒരു ട്രിപ്പീസിയം, ഇതൊരു ട്രിപ്പീസിയമാണ്. പിന്നെ ഓപ്പൺ ആക്കിയ 2 റെക്റ്റാങ്കിൾ ഐഡൻറ്റിക്കൽ റെക്റ്റാങ്കിളും ഉണ്ട്, പിന്നെ ബേസിലൊരു റെക്റ്റാങ്കിളും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ട്രിപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ
എയും അറിയാം ബിയും ഹൈറ്റും അറിയെങ്കിൽ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഹൈറ്റ് ഏരിയ കണ്ടാൽ രണ്ടെണ്ണത്തിൻ്റെ കാണാൻ സുഖമായിട്ട് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് 8 × 50 ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ കിട്ടും. പക്ഷേ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ ലെങ്ത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ ബ്രെഡ്ത്ത് കാണണം. ബ്രെഡ്ത്ത് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഹൈറ്റ് എത്രയാണോ ഈ ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്തിലാണ് ഈ ഹൈറ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അർബാനേൻ്റെ അതേ ഷേപ്പാണിത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് ബെൽറ്റ് ചെയ്ത് ജോയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ എത്രയാണോ ഹൈറ്റ് ലെങ്ത്ത് അതായിരിക്കും നമ്മുടെ ഇവിടുത്തെ ബ്രെഡ്ത്തായിട്ട് വരും. അപ്പോൾ ആ ഫിഗറിൻ്റെ ഐഡിയ മനസ്സിലാക്കിയാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കാണണമെങ്കിൽ എന്ത് ചെയ്യുക, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടിട്ട് ഔട്ട്സൈഡും ഇൻസൈഡും പെയിൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഡബിൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ഓരോന്നായിട്ട് കാണാം. ഏരിയ ഓഫ് ട്രപ്പീസിയം. ഏരിയ ഓഫ് ട്രപ്പീസിയം എന്താണ്? ഏരിയ ഓഫ് ട്രപ്പീസിയം ഹാഫ് ഇൻറ്റു a + b × h ആണ്. ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് ഹാഫ് ഇൻറ്റു a + b × h. അതിൽ നമുക്കറിയാം എ എത്രയാണ് 50 ആണ്, ബി എത്രയാണ് 75 ആണ്, ഹൈറ്റ് എത്രയാണ് 40. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ഹാഫ് ഇൻറ്റു വേണമെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യാം 2 ക്യാൻസൽ ചെയ്ത് എഴുതാം. 20 ടൈംസ് ആണ്. 15 75 കൂടെ ആഡ് ചെയ്താൽ 125 × 20 എത്ര വരും 250, അതായത് 2500 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഉണ്ടാവും. ട്രപ്പീസിയത്തിൻ്റെ കിട്ടും. അങ്ങനെ എത്ര ഫേസ് ഉണ്ട്? 2 ഉണ്ട്. അപ്പം ഏരിയ ഓഫ് 2 ട്രപ്പീസിയം. ഏരിയ ഓഫ് 2 ട്രപ്പീസിയം. അപ്പോൾ ഏരിയ ഓഫ് 2 ട്രപ്പീസിയം ആകുമ്പോൾ 2 × 2500 ആണ്. അപ്പോൾ 5000 സെൻറ്റിമീറ്റർ സ്ക്വയർ. 5000 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നിങ്ങൾക്ക് ബേസിൻ്റെ ഏരിയ കാണാം ഈ റെക്റ്റാങ്കിൾ. അപ്പം ഏരിയ ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ. ഏരിയ ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ. അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ലെങ്ത് എത്രയായിട്ടാണ് വരുന്നത്? റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 80ഉം ബ്രെഡ്ത്ത് എത്രയുള്ളത് 50ഉമാണ്. ഫിഗറിൽ നോക്കിയാൽ അറിയാം 50. അപ്പോൾ എത്ര വരും? 8 5s are 44,000 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അതവിടെ എഴുതി വെച്ചു. അപ്പോൾ 2 ഫേസിൻ്റെ കഴിഞ്ഞു, ബേസിൻ്റെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ലെങ്ത് അറിയാം, ബ്രെഡ്ത്ത് അറിയാം. ആ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്താണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രയാങ്കിളായിട്ട് വരയ്ക്കാം. ആ ട്രയാങ്കിൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ലെങ്ത്ത് ഹൈറ്റ് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ആ കഷ്ടം മാത്രം ഞാൻ എടുക്കുകയാണ്. ട്രയാങ്കിൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ 50 ആണ്, ടോട്ടൽ 75 ആണെങ്കിൽ 75 അതായത് ഇതാണ് ലെങ്ത്. ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇവിടെ വരെ 50 ആണെങ്കിൽ ഇത് വരെ 50 ആണ്. അപ്പോൾ ബാക്കി 75 ആണ്. 25 ഉണ്ടാവുക. 25ൻ്റെ ഹാഫ് ഇവിടെ 12.5 ഉണ്ടാവും, 12.5 ഉണ്ടാവും. അപ്പോൾ ഇവിടെ 12.5, ഇതിൻ്റെ ഹൈറ്റ് 40ഉമാണ്. അപ്പോൾ നമുക്ക് 40 എടുക്കാം, 12.5 എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണാം ABC എന്നാണ് വിചാരിക്കുക. ട്രയാങ്കിൾ വെച്ചാൽ AC കാണാൻ എന്ത് ചെയ്താൽ മതി? പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് ഈ ട്രയാങ്കിളിൻ്റെ AC കാണാം. B² എന്താ വരിക? AB² + BC². ഹൈപ്പോട്ടനീസ് സ്ക്വയർ = ബേസ്² + ഹൈറ്റ്². അവിടെ AB-യുടെ സ്ഥാനത്ത് 40 ആണ്, പ്ലസ് BC 12.5ൻ്റെ സ്ക്വയറാണ്. 40ൻ്റെ സ്ക്വയർ 1600 ആണ്. 12.5ൻ്റെ സ്ക്വയർ 125ന് 125 കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എത്ര കിട്ടും? 12.5ൻ്റെ 156.25 ആണ് വരിക. കാരണം 5ൻ്റെ സ്ക്വയർ 25. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 125ന് 125 മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു ഡെസിമലാണെങ്കിൽ 2 ഡെസിമൽ ഇട്ട് കൊടുക്കാം, അത് കിട്ടും. എന്നിട്ട് ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 6 5 7 1 71,756.25. ഇതിൻ്റെ റൂട്ട് എത്രയാണ് കണ്ടുപിടിക്കുക. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? AC കിട്ടും. AC എന്ന് പറഞ്ഞാൽ √1,756.25 ആയിരിക്കും.
ഇത് റൂട്ട് കറക്റ്റായിട്ട് കിട്ടാത്ത സംഖ്യ ആയതുകൊണ്ട് ഒരു 41.9 ആണ് വരിക. അപ്രോക്സിമേഷൻ 41.9 ആണ് വരിക. ഫാക്ടറൈസേഷൻ സ്ക്വയർ റൂട്ട് കാണാൻ പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഏകദേശം വില എഴുതുക. 42 എടുക്കുമ്പോൾ കൂടും, 41 എടുക്കുകയാണെങ്കിൽ കുറയും. 41 എന്ന് പറഞ്ഞാൽ 1681 ആണ് വരിക. അപ്പോൾ അതിനേക്കാൾ കൂടുതലാണ് 42ൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ 42 എന്ന് എഴുതിയാലും മതി. എ സി എന്താക്കി എടുത്ത് അപ്രോക്സിമേഷൻ ആക്കിയിട്ട് 41.9 എടുക്കുക. 8ാം ക്ലാസ്സിൽ സ്ക്വയർ റൂട്ട് കാണാൻ പഠിച്ചതാണ്. അതുപയോഗിച്ച് 8ലും 7ലൊക്കെ അത് ചെയ്താണ്. അതുപയോഗിച്ച് കണ്ടുപിടിക്കുക. 41 പോയിൻ്റാണ് ഇതിൻ്റെ സ്ക്വയർ റൂട്ട്. ഇത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഏകദേശം വിലയാക്കി എഴുതി വെക്കുക. 41 ആകുമ്പോൾ 1681 ആണ്. 42 ആകുമ്പോൾ 1700 സംതിങ് വരും. അതായത് കുറച്ച് കൂടും ചെയ്യും. അപ്പോൾ അതിൻ്റെ അടുത്ത് എഴുതുക, അല്ലെങ്കിൽ 42 അപ്രോക്സിമേഷൻ എഴുതി വെക്കാം. അപ്പം എ സി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അപ്പം ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്തായിരിക്കും, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ L × B ആണ്. അപ്പോൾ അവിടെ 80 × 41 പോയിന്റിന് ഞാൻ 42 എന്ന് എഴുതി വെക്കുകയാണ്. അപ്പോൾ 42 എന്ന് എഴുതിയാൽ 0, 8 2 16, 1 33 പോയിന്റ് എത്ര വരും, 3360 വരും. അത് അങ്ങനെ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട് ഇവിടെ, 2 റെക്റ്റാങ്കിളാണ്. അപ്പോൾ ഏരിയ ഓഫ് 2 റെക്റ്റാങ്കിൾ, അപ്പം 2 കൊണ്ട് ഇൻഡ് ചെയ്യാം. 3 × 3 × 60, അപ്പോൾ 0, 6720 അല്ലെങ്കിൽ 6704 അങ്ങനെ ഒരു അപ്രോക്സിമേഷൻ വാല്യൂ വരും. തൽക്കാലം ഞാൻ 41.9 42 ആക്കി എടുത്തിട്ടുണ്ട്. 42 ആക്കി ചെയ്യാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് അപ്രോക്സിമേഷൻ ആക്കി എഴുതിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. അപ്പോൾ ഇതുവരെയുള്ള ഒന്നും കൂടി നോക്കാം. ഇതുവരെയുള്ള ഒന്നും കൂടി ചെയ്തിട്ട് മായ്ച്ചിട്ട് വേണം ബാക്കി ചെയ്യാൻ. അതുകൊണ്ടാണ് ഒരു ട്രിപ്പീസിയം ഫേസ് ആണുള്ളത്. ആ ട്രിപ്പീസിയം ഫേസ് 2 ഉണ്ടാവും ഐഡിക്കലായിട്ട്. അപ്പോൾ ട്രിപ്പീസിയത്തിൻ്റെ ഏരിയ കാണാം. ട്രിപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ ഒക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, ഹൈറ്റ്. അപ്പോൾ അത് ഉപയോഗിച്ച് ട്രിപ്പീസിയത്തിൻ്റെ ഏരിയ കാണാം. അങ്ങനെ എത്ര ട്രിപ്പീസിയാണ് ഇവിടെ ഉള്ളത്, 2 ട്രിപ്പീസിയാണ് ഉള്ളത്. അപ്പോൾ ആ 2 ട്രിപ്പീസിയത്തിൻ്റെ കണ്ടുപിടിച്ച് എഴുതി വെച്ചു. ഇനി നിങ്ങൾക്ക് ഇവിടെ ബേസ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ ബേസിൻ്റെ ഏരിയ കാണാം. ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ്, മൾട്ടിപ്ലൈ ചെയ്ത് 4000 ഇത് എഴുതി വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണണം. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ ലെങ്ത്തേ അറിയൂ, ബ്രെഡ്ത്ത് അറിയില്ല. ഈ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിനോട് ജോയിൻ ചെയ്യുന്നതായതുകൊണ്ട് ആ ട്രിപ്പീസിയത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റി. ട്രയാങ്കിളിലെ ഏത് സൈഡാണ് കാണേണ്ടത്, ഹൈപ്പോട്ന്യൂസ് ആണ് കാണേണ്ടത്. ഹൈപ്പോട്ന്യൂസ് പൈത്തഗോറസ് വെച്ചിട്ട് കണ്ടുപിടിച്ചു. അപ്രോക്സിമേഷൻ ആണ് എഴുതിയത് 42. ഇത് 42ൻ്റെ അടുത്തുണ്ടാവും. ഇപ്പോൾ 41.9 എഴുതിയത് 42 എഴുതാം. എന്നിട്ട് ആ 42 ബ്രെഡ്ത്ത് ആക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ 3360 വരും. അങ്ങനെ 2 റെക്റ്റാങ്കിൾസ് ഉണ്ട്, അവിടെ ഇവിടെ ഉണ്ട്. അപ്പോൾ 2 കൂടെ എടുക്കുക. അങ്ങനെ ടോട്ടൽ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കാം. ഈ ഫിഗറിൻ്റെയൊക്കെ ടോട്ടൽ സർഫസ്. ഇപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ട്രിപ്പീസിയത്തിൻ്റെ ഏരിയ ഉണ്ട്. അപ്പോൾ 2 ട്രിപ്പീസിയം ഉണ്ട്. 2 ട്രിപ്പീസിയത്തിന് എത്രയാണ്, 5000 പ്ലസ് പിന്നെ ഒരു ബേസ് റെക്റ്റാങ്കിൾ ഉണ്ട് 4000 ഉണ്ട്. പിന്നെ ഏതും കൂടി ഉണ്ട് കൂടാണ്ട് 2 റെക്റ്റാങ്കിൾ ഫേസ് ഉണ്ട്. റെക്റ്റാങ്കിൾ ഫേസിന് 6720 ആണ്. അങ്ങനെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടിരിക്കാം. അപ്പോൾ 2 പിന്നെ 7 6ഉം 4ഉം 10ഉം 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. പക്ഷേ ഒരു ഭാഗമേ ആയിട്ടുള്ളൂ. അങ്ങക്ക് എന്ത് ചെയ്യുന്നത്, പെയിൻറ് ചെയ്യേണ്ടത് ഔട്ട്സൈഡ് സൈഡും ഉണ്ട്, ഇന്നർ സൈഡും ഉണ്ട്. അപ്പം ഡബിൾ ചെയ്യണം. അപ്പം പെയിൻറ്റഡ് ഏരിയ, പെയിൻറ് ചെയ്യേണ്ട ഏരിയ, പെയിൻറ്റഡ് ഏരിയ എന്തായിരിക്കും വരിക, 2 × 15720. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര വരും, 0 4 7 × 4 14 1 11 1 3 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്.
പക്ഷെ ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത്രയും ഏരിയ ആണ് വരുന്നത്. ആ ഏരിയയെ നമ്മൾ എന്ത് ചെയ്യണം, എത്രയിലേക്ക് മാറ്റണം? സെന്റിമീറ്റർ സ്ക്വയറിന് മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. കാരണം മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുക, നമുക്കറിയാം ഒരു സെന്റിമീറ്റർ സ്ക്വയറിന് മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ ആകുമ്പോൾ 100 × 100 എന്നാ പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എത്ര വരും? 3.144 വരും, മീറ്റർ സ്ക്വയർ വരും. അതാണ് ഏരിയ. ഇനി നമുക്ക് 1 മീറ്റർ സ്ക്വയർ, കോസ്റ്റ് ഓഫ് 1 മീറ്റർ സ്ക്വയർ എത്രയായിരുന്നു പറഞ്ഞത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1 മീറ്റർ സ്ക്വയറിന്റെ കോസ്റ്റ്. ഒരു മീറ്റർ സ്ക്വയറിന്റെ കോസ്റ്റ് എത്രയായിരിക്കും വരിക? ഒരു മീറ്റർ സ്ക്വയറിന് 100 റുപ്പീസാണ്. 100 റുപ്പീസ് ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 314.4 സെന്റിമീറ്റർ റുപ്പീസ് വരും. 314.4 അത്രയാണ് നമുക്ക് റുപ്പീസായിട്ട് കിട്ടുക. ഒക്കെ ഞാൻ അപ്രോക്സിമേഷൻ വാല്യൂ ആണ് എടുത്ത്, ഒന്നും കറക്റ്റാക്കി എടുക്കില്ല. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളൂ? ആദ്യം നിങ്ങൾ കുറേ ചെയ്യാനുള്ളതുകൊണ്ട് സ്റ്റെപ്പ് സാവധാനം നോക്കി പഠിക്കാം. ആദ്യം ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാം. എന്നിട്ട് അത് എഴുതി വെച്ചതിന് ശേഷം നമുക്ക് 2 ഭാഗത്ത് ട്രപ്പീസിയം ഉള്ളത് കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെക്കുക. അപ്പോൾ അത് അവിടെ കഴിഞ്ഞു. പിന്നെ താഴെ റെക്റ്റാങ്കിൾ ഷേപ്പാണ്. ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടു. പിന്നെ കൂടാണ്ട് 2 ഫേസും കൂടെ റെക്റ്റാങ്കിൾ ഉണ്ട്. പക്ഷെ റെക്റ്റാങ്കിളിന് ലെങ്ത് തന്നിട്ടുള്ളൂ, ബ്രെഡ്ത്ത്. ആ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ട്രിപ്പീസിയത്തിൻ്റെ സൈഡിലുള്ള ഇതാണ്. അത് പൈത്തഗോറസ് വെച്ചിട്ട് അപ്രോക്സിമേഷൻ കണ്ടുപിടിച്ച് വെക്കുക. അപ്പോൾ ലെങ്ത്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. അപ്പോൾ ആ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയാൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാം. അങ്ങനെ ആ റെക്റ്റാങ്കിൾ എത്ര ഉണ്ട്? 2 ആണുള്ളത്. അപ്പോൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പം നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ എല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? അത് അവിടെ എഴുതി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? പെയിൻറ് ചെയ്യുന്നത് എവിടെയാണെന്ന് ക്വസ്റ്റ്യനിൽ വായിച്ചു നോക്കി. അപ്പോൾ പെയിൻറ് ചെയ്യുന്നത് ഒരു സൈഡ് മാത്രമല്ല, ഔട്ട്സൈഡും ഉണ്ട്, ഇൻസൈഡും ഉണ്ട്. അപ്പം ഡബിൾ ചെയ്യണം. അപ്പം ഡബിൾ ചെയ്തു, എഴുതി. ഡബിൾ ചെയ്തപ്പം കിട്ടിയ ആൻസറിന് സെന്റിമീറ്റർ സ്ക്വയറിലല്ല വേണ്ടത്, നമുക്ക് കോസ്റ്റ് കാണേണ്ടത് മീറ്റർ സ്ക്വയറിലാണ്. അപ്പോൾ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ വേണ്ടി 10,000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ എഴുതി. അപ്പം 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ കോസ്റ്റിലേക്ക് 1 മീറ്റർ സ്ക്വയറിന് 100 റുപ്പീസ് ആയതുകൊണ്ട് ടോട്ടൽ കോസ്റ്റ് കാണാൻ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 314.4 റുപ്പീസിന് നമുക്ക് കിട്ടും ആൻസർ.